إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد، فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. يقول ربنا سبحانه في محكم تنزيله: والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. ഏറെ ബഹുമാനവും ആദരവുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ചു കൊള്ളണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് സാമൂഹ്യ ജീവിയായ നിലയിലാണ്. وهو الذي خلق من الماء بشرا فجعل له نسبا وصهرا وكان ربك قديرا. സൂറത്തുൽ ഫുർഖാൻ 54-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അവനാകുന്നു ജലഗണത്തിൽ നിന്ന് അഥവാ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അവനെ നസബും സിഹ്റുമാക്കി, അഥവാ രക്തബന്ധം പുലർത്തുന്നവരും അതേപോലെ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായ അവസ്ഥയിലാക്കി ആ മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ആക്കി തീർന്നു. അല്ലാഹു ഏറെ കഴിവുള്ളവനാകുന്നു. റബ്ബുക ഖദീറ, നിന്റെ നാഥൻ ഏറെ കഴിവുള്ളവനും ശക്തനുമാണ്. ഇവിടെ രണ്ട് ബന്ധങ്ങളെയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഒന്ന് നസബ്, മറ്റൊന്ന് സിഹ്ർ. നസബ് എന്ന് വെച്ചാൽ രക്തബന്ധമാണ്, അഥവാ ഈ രക്തബന്ധം സ്ഥാപിതമാകുന്നതാവട്ടെ മുസാഹറത്തിലൂടെ, സിഹ്റിലൂടെ, വൈവാഹിക ബന്ധത്തിലൂടെയാണ്. അപ്പോൾ വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടായിത്തീരുന്നതായ ബന്ധങ്ങൾ, അതിന്റെ പിന്നാലെ രക്തബന്ധങ്ങൾ സ്ഥാപിതമായിത്തീരുന്നു. ആ നിലക്ക് ബന്ധങ്ങൾ പരസ്പരം ശ്രദ്ധിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ആ ബന്ധങ്ങളെ നിരന്തരമായി പുലർത്തിക്കൊണ്ട് ജീവിക്കേണ്ടവനായ ഒരു പ്രത്യേകമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ നിലക്ക് അല്ലാഹു മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കിയിരിക്കുന്നു. പ്രത്യേകമായ വ്യതിരിക്തമായ പ്രകൃതം അവന് നൽകി, അവനെ ആദരിച്ചിരിക്കുന്നു. ഫലഖദ് കർറംനാ ബനി ആദം എന്ന് അല്ലാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നാം അറിയേണ്ടത്, ആദ്യമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനമാണ്. സൂറത്തുർ റഅദിലെ 19 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ നാം വളരെയധികം പഠന വിധേയമാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതെന്നും പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. എപ്പോഴും സജീവമായി നാം നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തി പോരുകയും ചെയ്യേണ്ടതായ വചനങ്ങളാണ്. അല്ലാഹു ചോദിക്കുന്നു, അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിൻ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅമ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. നാം അവതരിപ്പിച്ചിട്ടുള്ള പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ
സന്ദേശത്തെ കുറിച്ച് വിവരമുള്ള ഒരുത്തൻ മറ്റൊരു അന്ധനായ ഒരു വ്യക്തിയെ പോലെ ആകുമോ? ഒരിക്കലുമില്ല. ബുദ്ധിയുള്ള ആളുകളാണ് ചിന്തിക്കുവാൻ തയ്യാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുദ്ധിമാന്മാരുടെ വിശേഷണങ്ങൾ അല്ലാഹു എണ്ണി എണ്ണി താഴോട്ടുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ പ്രസക്തമായ ഒരു ഭാഗം ഒന്നാമതായി അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹുവുമായിട്ടുള്ള കരാർ അവർ പൂർത്തിയാക്കുന്നവരായിരിക്കും, കരാർ ലംഘിക്കുകയില്ല, ഉടമ്പടികൾ ലംഘിക്കാത്തവരാണ് അവർ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ് വല്ലദീന യസ്ലൂന മാ അമറ അല്ലാഹു ബിഹി അൻ യുസല്ലു, പുലർത്തപ്പെടുവാൻ ചാർത്തപ്പെടുവാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അതൊക്കെയും ചാർത്തിപ്പോരുന്നവരാണ് അവർ. വസ്ലു മാ അമറ അല്ലാഹു ബിഹി അൻ യുസല്ലു, അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണിത്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തി സംരക്ഷിച്ച് സൂക്ഷിച്ചുകൊണ്ട് മുറിഞ്ഞു പോകുന്നവയെ വിളക്കി ചേർത്തുകൊണ്ട് നിലനിർത്തി പോരുക എന്നത് ഒരു സത്യവിശ്വാസി എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ബന്ധങ്ങളെ നിലനിർത്തുന്നവരാണ് അവർ. അല്ലാഹു ഏതെല്ലാം ബന്ധങ്ങൾ നിലനിർത്തുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയും പൊതുവായിട്ടാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നതിന്നത് എന്ന് വേറെ വേറെ എണ്ണി എണ്ണി പറയുന്നില്ല, മറിച്ച് പൊതുവായി പറയുകയാണ്. മാ അമറ അല്ലാഹു ബിഹി വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്, തങ്ങളുടെ നാഥനെ ഭയപ്പെടുകയും മോശമായ ഹിസാബിനെ, വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. പിന്നീട് അവരുടെ സ്വഭാവം നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ് അവർക്ക് അന്തിമ ഭവനമുണ്ട്. അവരുടെ അടുക്കൽ മലക്കുകൾ പ്രവേശിച്ചുകൊണ്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ എന്ന് അവരെ ആശീർവദിച്ചുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ക്ഷമ കൈക്കൊണ്ട കാരണത്താൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഈ അന്തിമ ഭവനം, ഇതിൽ പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾക്ക് സമാധാനം. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, ഈ അന്തിമ ഭവനം. ഏതാണ് അന്തിമ ഭവനം? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അന്തിമ ഭവനം എന്ന് വെച്ചാൽ സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗങ്ങളാണ്. അതിൽ അവർ മാത്രമല്ല പ്രവേശിക്കുന്നത്, അതാണ് പ്രത്യേകത. ആ വിശ്വാസികളായി ഇവിടെ മേലെ വിശേഷിപ്പിക്കപ്പെട്ട ഈ വിഭാഗം മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള സാലിഹ്യങ്ങളായവർ, അവരുടെ ഇണകളും അവരുടെ സന്തതികളും, ഇവരിൽ നിന്നൊക്കെ സാലിഹ്യങ്ങളായവരും ഇവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരുടെ അടുത്ത് പ്രവേശിച്ചുകൊണ്ട് അവരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന് അല്ലാഹു പറയുകയാണ്. ചിന്തിച്ചു നോക്കുക, നാം ആഗ്രഹിക്കുന്നില്ലേ നമ്മളും നമ്മുടെ സന്തതികളും നമ്മുടെ ഭാര്യമാരും മാതാപിതാക്കളും എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ, അവിടെ ഒരുമിച്ച് കൂടുവാൻ ഏതൊരാളാണ് ആഗ്രഹിക്കാത്തത്? ഇതിനാവശ്യമായത് എന്താണ്? എല്ലാ ബന്ധങ്ങളും നിലനിർത്തി ആ ബന്ധങ്ങളെ പുലർത്തി പോരുക എന്നതാണ്. ഇതിന് തുല്യമായ സൂറത്തുൽ ബഖറയിലെ വചനത്തിൽ 26-ാമത്തെയും 27-ാമത്തെയും വചനത്തിന്റെ വിശദീകരണത്തിൽ ഇമാം സഅദി നൽകിയ നല്ല ഒരു വിശദീകരണം എന്താണ് പറയുന്നത്? വഹാദാ യദ്ഖുലു ഫീഹി അശ്യാഉ കസീറ, അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ധാരാളം കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ബന്ധങ്ങൾ? അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അൻ നസില മാ ബൈനനാ വബൈനഹു ബിൽ ഈമാനി ബിഹി വൽ ഖിയാം ബിഉബൂദിയ്യതി. ഒന്നാമത്തെ ബന്ധം അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോടുള്ള ബന്ധം, അവനിൽ വിശ്വാസം വെക്കുക, അവനോടുള്ള ആരാധനാപരമായ കടമകൾ നിർവഹിക്കുക. ഇതാണ്
അള്ളാഹുവുമായിട്ട് നാം പുലർത്തേണ്ടതായ ഒന്നാമത്തെ ബന്ധം. രണ്ടാമതായി കടന്നു വരുന്നത് വമാ ബൈനനാ വബൈന റസൂലി, നമുക്കും റസൂലിനും ഇടയിലുള്ള ബന്ധം. ബിൽ ഈമാനി ബി, ആ പ്രവാചകനിൽ വിശ്വസിക്കണം. വമഹബ്ബതിഹി വതഅസീരിഹി വൽഖിയാമി ബിഹുഖൂഖി, ആ ദൂതനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനിൽ മഹബ്ബത്ത് വെക്കുകയും വേണം, തിരിച്ചം വെക്കണം. ആ പ്രവാചകനെ സ്നേഹിക്കണം, ആ പ്രവാചകനെ ശക്തിപ്പെടുത്തണം. വൽഖിയാമി ബിഹുഖൂഖി, ആ ദൂതനോട് നമുക്ക് എന്തെല്ലാം ഹക്കുകൾ പുലർത്തേണ്ടതുണ്ടോ എല്ലാ ബാധ്യതകളും നിറവേറ്റണം. വമാ ബൈനനാ, അത് കഴിഞ്ഞതിന് ശേഷം വമാ ബൈനനാ വബൈനൽ വാലിദൈൻ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അതങ്ങേയറ്റം സൃഷ്ടികളിൽ ഏറ്റവും നേരെ നിൽക്കുന്നതാണ്. അത് നാം ശ്രദ്ധിക്കണം. അതിനുശേഷം അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ അടുത്ത ബന്ധുജനങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക. ശേഷം അസ്ഹാബുമായിട്ടുള്ള ബന്ധങ്ങൾ, സുഹൃജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പുലർത്തിപ്പോരുക. എല്ലാ സൃഷ്ടിജാലങ്ങളോടുമുള്ള ബന്ധം. മനുഷ്യന്മാരെന്നല്ല പറഞ്ഞത്, സൃഷ്ടിജാലങ്ങൾ അഖിലവും എല്ലാ വസ്തുവിനോടും എല്ലാ സൃഷ്ടികളോടും നാം പുലർത്തേണ്ടതായ ഒരു വിശ്വാസി സൂക്ഷ്മത പുലർത്തേണ്ട, ശ്രദ്ധിച്ചുകൊണ്ട് പാലിച്ചിരിക്കേണ്ടതായ, പുലർത്തിപ്പോരേണ്ടതായ ബന്ധങ്ങൾ ഇതൊക്കെയും പവിത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനൊക്കെയും കൃത്യമായ കണക്കുണ്ടാകും, അതിന് കൂലി ലഭിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത് ഈ വചനങ്ങൾ. അതാണ് മഹാനായ ഇമാം സഅദി ഈ വചനങ്ങൾക്ക് നൽകുന്ന വിശദീകരണം. സഹോദരന്മാരെ, ഇതിലതി പ്രധാനമായി മേലെ നിൽക്കുന്ന ബന്ധമാണല്ലോ സിലത്തുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ നിലനിർത്തുക, പുലർത്തുക എന്നത്. എന്താണ് റഹിം എന്ന് പറഞ്ഞാൽ? റഹിം എന്നതിന്റെ ഭാഷാർത്ഥം യഥാർത്ഥത്തിൽ ഗർഭപാത്രമെന്നാണ്. അതിന്റെ ബഹുവചനമാണ് അർഹാം. വസീലുൽ അർഹാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ഉപദേശിച്ചിട്ടുള്ളതാണ്, കൽപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ രക്തബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം കുല്ലുൽ ഖറാബാതി റഹിം, എല്ലാ അടുത്ത ബന്ധങ്ങളും നാം പുലർത്തി പോരേണ്ട രക്തബന്ധങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അൽ ഉസൂൽ വൽ ഫുറൂ', അസ്ലുകളായ അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധങ്ങൾ. പിന്നെ അതിൽ നിന്നും ശാഖാപരമായി പാർശ്വങ്ങളിലേക്കായി വിഭജിച്ചു പോകുന്ന, വ്യാപിച്ചു കിടക്കുന്ന മറ്റു ബന്ധങ്ങൾ ഉസൂലും ഫുറൂഉമാണ്. എന്താണ് ഉസൂലും ഫുറൂ'? അൽ ആബാ വൽ ഉമ്മഹാത് വൽ അജ്ദാദ് വൽ ജദ്ദാദ് വൽ ഔലാദ് വ ഔലാദുഹും. ഇതാണ് ഏറ്റവും അടുത്ത ബന്ധങ്ങൾ. നാം റഹിം എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മാതാപിതാക്കൾ, അതുപോലെ അവരുടെ പിതാക്കന്മാർ, അവരുടെ മാതാക്കന്മാർ, വല്ലിപ്പ വല്ലിമ്മമാർ, അതുപോലെ നമ്മുടെ താഴോട്ടുള്ള മക്കൾ, അവരുടെ മക്കൾ. ഇവരാണ് ഏറ്റവും അടുത്തിരിക്കുന്ന അത്രമായിട്ടുള്ള രക്തബന്ധത്തിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ട ബന്ധങ്ങൾ. പിന്നെ സുമ്മൽ ഇഖ്വ, സഹോദരന്മാരാണ്. സുമ്മ ബനൂഹും, പിന്നെ അവരുടെ മക്കളാണ്. സഹോദരന്മാരും അവരുടെ മക്കളും. സുമ്മൽ അഅ്മാം, പിന്നെ നമ്മുടെ പിതൃ സഹോദരന്മാർ. വഔലാദും, അവരുടെ സന്താനങ്ങൾ. വഹാകദൽ അഖ്റബു ഫൽ അഖ്റബ്, ഇങ്ങനെ പിതൃ മാതൃ സഹോദരന്മാരും അവരുടെ സന്താനങ്ങളും, അങ്ങനെ നാം പുലർത്തി പോരേണ്ടതായ എല്ലാ ബന്ധങ്ങളും. ഈ ബന്ധങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ സ്ഥാപിതമാകുന്നതോടുകൂടി, ഏറ്റവും നല്ല നിലയിൽ പുലർത്തി പോരുന്നതോടുകൂടിയാണ് ഒരു നല്ല സമൂഹത്തിന്റെ സ്ഥാപനം സാധ്യമാകുന്നത്. ഒരു നാട്ടിൽ നല്ല ഒരു സമൂഹം ഉണ്ടായിത്തീരുന്നത്. അള്ളാഹുവിന് ഇഷ്ടമുള്ള മാതൃകാപരമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടി സാധ്യമാകുന്നത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തപ്പെടുന്നതിലൂടെയാണ്. ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളും നിലനിർത്തുന്ന സദൂർത്തരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. الحمد لله رب العالمين والصلاة
والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أما بعد، أوصيكم وإياي ثانيا بتقوى الله، فاتقوا الله عباد الله. അള്ളാഹുവിനെ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ നാനാതുറകളിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. വല്ലദീന സബറൂ ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം എന്ന് ആ ബുദ്ധിമാന്മാരായ വിഭാഗത്തിന്റെ വിശേഷണമായി അള്ളാഹു സൂറത്തുൽ റഅദിൽ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ക്ഷമ കൈക്കൊള്ളുന്നവരാണവർ. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന്റെ പേരിൽ അങ്ങേയറ്റം ക്ഷമിക്കേണ്ടി വരുന്നവർ, ക്ഷമ കൈക്കൊള്ളുകയും അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർ മാത്രമാണവർ. അല്ലാതെ മറ്റൊരു ഭൗതിക താല്പര്യവുമായി കൂടെ ബന്ധങ്ങൾ പുലർത്തുന്നതിലൂടെ നാം പ്രതീക്ഷിക്കേണ്ടത്, നാം ലക്ഷ്യം വെക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നവനല്ല ഒരിക്കലും വാസിൽ. നാം അടിവരയിട്ട് എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു സത്യമാണ്, ഒരു തത്വമാണ്. മുകാഫി വാസിലല്ല, അഥവാ പ്രത്യുപകാരം എന്തെങ്കിലും ഭൗതികമായ താല്പര്യം, പണം കടം ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ എനിക്ക് ലഭിക്കും എന്നിങ്ങനെയുള്ള വല്ല ഭൗതികമായ ഉപകാരങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കൂടാ നാം ബന്ധങ്ങൾ പുലർത്തേണ്ടത്, ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്. മറിച്ച് ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും വിളക്കി ചേർക്കുകയും യഥാർത്ഥ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വാസിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന സന്ദർഭത്തിൽ നാം പലപ്പോഴായി കേട്ടിട്ടുണ്ടായിരിക്കാം, മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം വരെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള തൗറാത്തും ഇഞ്ചീലും പഠിച്ച് വലിയ പണ്ഡിതനായിരുന്ന ആ വ്യക്തി അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം ഞാൻ കേൾക്കുകയുണ്ടായി. മുഖത്തേക്ക് ഞാൻ നോക്കുകയുണ്ടായി. ആ മുഖത്ത് ഒരു കള്ളവാദിയുടെ, ഒരു ഖദ്ദാബിന്റെ മുഖം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. സത്യം പറയുന്ന വ്യക്തിയുടെ ഒരു മുഖമാണ് എനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം? അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം വഅത്ഇമു ത്വആം തുടങ്ങിയ ഉപദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾ കുടുംബബന്ധം, രക്തബന്ധം ചാർത്തുക, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകുക, രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക തുടങ്ങിയ ഉപദേശങ്ങളാണ് അദ്ദേഹം നൽകിയത്. ഇത് കണ്ട മാത്രയിൽ തന്നെ എനിക്ക് ബോധ്യമായി ഈ പ്രവാചകൻ സത്യപ്രവാചകനാണെന്ന്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സന്ദർഭമാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ ധാരാളം ഉപദേശങ്ങൾ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സർറഹു അൻ യുബ്സത ലഹു ഫി റിസ്ഖി വ അൻ യുൻസത ലഹു ഫി അഥരി ഫല്യസിൽ റഹിമ. ആർക്കെങ്കിലും തന്റെ റിസ്ഖിൽ, ഉപജീവനത്തിൽ വസ്തു ലഭിക്കണമെന്ന്, വിശാലത കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ റിസ്ക് സുരക്ഷിതമാകണം, ഭദ്രമായിരിക്കണം, നമ്മുടെ ഉപജീവനം നന്നാവണം, സുഖമായി ഈ ദുനിയാവിൽ ജീവിച്ച് നമുക്കും നമ്മുടെ മക്കൾക്കും സുഖമായി കഴിഞ്ഞുകൂടണം. ഈ റിസ്ക് വിശാലമായി കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്റെ പിന്നാലെ തന്റെ ആയുസ് നീട്ടിക്കിട്ടപ്പെടണമെന്നും നീട്ടിയിടപ്പെടണമെന്നും ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ രക്തബന്ധം പുലർത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ഇത്തരം ധാരാളം ഉപദേശങ്ങൾ സിലത്തുൽ അർഹാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതൊക്കെയും മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക.
അതിലേക്ക് യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ പരലോക ജീവിതം അള്ളാഹു സുരക്ഷിതമാക്കുകയും അവരെയും നമ്മയും അവൻ അവന്റെ ഉന്നതമായ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ഇത്രയും വേഗം നീക്കി കൊടുക്കുകയും അവർക്ക് പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وأقم الصلاة.